കേരളത്തിൽ കാണുന്ന ക്യാൻസറുകളിൽ മുൻപന്തിയിലാണ് കോളറക്ടൽ ക്യാൻസർ. ഇന്ന് കോളറക്ടൽ ക്യാൻസറിനെ പറ്റിയിട്ടുള്ള ഒരു ഡിസ്കഷൻ എൻ്റെ കൂടെ ഉള്ളത് ഡോക്ടർ ജയകുമാർ സാറുണ്ട്. സാറിൻ്റെ എക്സ്പീരിയൻസിൽ എന്തൊക്കെയായിരിക്കും കോളറക്ടൽ ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് എത്രത്തോളം ഉണ്ടായിരിക്കും നമ്മുടെ നാട്ടിൽ? കോളറക്ടൽ ക്യാൻസർ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഒരു സ്ഥിതിയിലാണ് കാണപ്പെടുന്നത്. ജനറൽ ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് അതിൻ്റെ ഒരു ഹൈ റിസ്ക് എന്ന് പറയുന്നത് ഒരു അറൗണ്ട് 5% ഓഫ് ദി പോപ്പുലേഷൻ. നമ്മുടെ സമൂഹത്തിൽ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഒരു 5% ആൾക്കാർക്ക് ഈ പറഞ്ഞിട്ടുള്ള ക്യാൻസർ വരുവാനുള്ള ഒരു സാധ്യതയാണ്. അവരൊരു ഹൈ റിസ്കിലുള്ളവരാണ്. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ട്? നമ്മൾ എന്തും പറയുമ്പോഴത്തേക്കിന് ആദ്യം പറയുന്നത് ഭക്ഷണമായിട്ടാണ് നമ്മുടെ നാട്ടിൽ എല്ലാത്തിനെയും ബന്ധിപ്പിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് കുടലിലുള്ളൊരു ക്യാൻസറിനെ പറ്റി പറയുമ്പോൾ അതും ഭക്ഷണവുമായിട്ട് അത്രയ്ക്കും ഒരു അസോസിയേഷൻ ഉണ്ടോ എല്ലാവരും പറയുന്നത് പോലെ? ഞാൻ കാണുന്നത് രണ്ട് രീതിയിലാണ്. കോളറക്ടൽ ക്യാൻസർ, അതായത് വൻകുടലിലെ ക്യാൻസർ എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ ലൈനിൻ്റെ ജനറ്റിക് ഡിസീസാണ്. ലൈഫ് സ്റ്റൈൽ എന്ന് പറയാൻ കാരണം നമ്മുടെ ഭക്ഷണ രീതി. ഇപ്പോൾ കാരണം പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇത് കൂടുതലായിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലും അത് വർദ്ധിച്ചു വരികയാണ്. അതിന് കാരണം ഒന്ന് ലൈഫ് സ്റ്റൈലാണ്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭക്ഷണ രീതി കൂടുതലായിട്ട് റെഡ് മീറ്റ് എടുക്കുന്നവർ, ഇപ്പോൾ പോർക്ക്, ബീഫ്, ലാമ്പ് മുതലായ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നവർ, ഫ്രൈ ചെയ്ത് കൂടുതൽ കഴിക്കുന്ന ഒരു പ്രവണത നമുക്ക് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇതിൻ്റെ കൂടെ സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഇതെല്ലാം കൂടെ ആകുമ്പോൾ ഒരു പെർഫെക്റ്റ് സിറ്റുവേഷൻ വരികയാണ് കോളറക്ടൽ ക്യാൻസർ വരിക. വെജിറ്റബിൾസൊക്കെ കൂടുതലിൻ്റെ ഫ്രൂട്ട്സ് കുറയുകയാണെങ്കിലും അതൊരു കോൺട്രിബ്യൂട്ടിങ് ഫാക്ടേഴ്സാണ്. പിന്നെ ജനറ്റിക് എന്ന് പറയാൻ കാരണം ഒരു ഹെറിഡിറ്ററി പാരമ്പര്യമായിട്ട് വരുന്ന ഒരു ചില ജനറ്റിക് കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും കോളൻ ക്യാൻസർ ഉണ്ടെങ്കിൽ അവർക്കൊരു ഹൈ റിസ്ക് ആണ്. അവരുടെ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, മക്കൾക്ക് ആ റിസ്ക് ഉണ്ട്. ബേസിക്കായിട്ട് തന്നെ അതെല്ലാം ഒരു ജനറ്റിക് ചേഞ്ച് വന്നിട്ടാണ് ഈ അസുഖം വരുന്നത് തന്നെ. പക്ഷേ ഒരു ജനറ്റിക് കോമ്പനന്റ് വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. പക്ഷെ ആ ഒരു ഘടകം എന്ന് പറഞ്ഞത് വളരെ ചെറിയൊരു ചെറിയ ശതമാനം ആൾക്കാർക്ക് ജനറ്റിക് ഇതുള്ളൂ. മജോറിറ്റി ആൾക്കാർക്കും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ തന്നെയാണ്. SP Mediford, you first, always.